നാളെ ലോകം പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. നമ്മുടെ പൊതുഭവനമായ ഭൂമിയെ എങ്ങനെ സംരക്ഷിച്ചെടുക്കാമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം ലൗദാത്തോ സി ഷെക്കേന നൈറ്റ് എഡിഷൻ വിശദമായി പരിശോധിക്കുകയാണ്. ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം തിരുവനന്തപുരം കാർമൽ ഹിൽ ഫിലോസഫി കോളേജ് പ്രൊഫസർ ഫാദർ പീറ്റർ ചക്കത്ത്, പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും പ്ലാച്ചിമട ഐക്യദാർഢ്യ സമരസമിതി കൺവീനറുമായ ആർ അജയൻ എന്നിവർ ചേരുന്നു. ആദ്യം ഇത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക്. ലൗദാത്തോ സി മി സിഞ്ഞോറെ എന്നാൽ അങ്ങേക്ക് സ്തുതി എൻ്റെ നാഥ എന്നാണ്. ഞങ്ങളെ നിലനിർത്തുകയും വർണ്ണപ്പൂക്കളും പഴങ്ങളും ചെടികളും ഉണ്ടാക്കുകയും ചെയ്യുന്ന അമ്മയും പെങ്ങളുമായ ഭൂമിയിലൂടെ എൻ്റെ നാഥ അങ്ങേക്ക് സ്തുതി എന്ന ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയാണ് ലൗദാത്തോ സി. ഇത് പരിസ്ഥിതി സ്നേഹമാണ്. ഈ പഠനം വിദ്യാലയത്തിൽ, കുടുംബത്തിൽ, മാധ്യമത്തിൽ, മതബോധനത്തിൽ, മറ്റിടങ്ങളിൽ ഒക്കെ നടക്കണമെന്ന് ലൗദാത്തോ സി പറയുന്നു. പഠനം മാത്രമല്ല, ഈ ഭൂമി മാറ്റി തീർക്കണം. ധീരമായൊരു സാംസ്കാരിക വിപ്ലവത്തിന് നാം തുടക്കം കുറിക്കേണ്ടതുണ്ട്. ഈ ഗ്രഹത്തിന്റെ ചൂഷണം പരിധി വിട്ടിരിക്കുന്നു. പരിസ്ഥിതിയുടെ മേലുള്ള എല്ലാ ആക്രമണങ്ങളുടെയും കനത്ത പ്രത്യാഘാതമേൽക്കുന്നത് ഏറ്റവും ദരിദ്രർക്കാണ്. ജനസംഖ്യയിൽ വലിയ വിഭാഗം ശുദ്ധജലമില്ലാതെ കൃഷി തകരുന്ന വരൾച്ച മൂലം തകരുന്നു. ദരിദ്രർക്ക് കിട്ടുന്ന ഗുണനിലവാരം കുറഞ്ഞ വെള്ളം അവരെ രോഗികളാക്കുന്നു. ഡിറ്റർജന്റുകളും രാസവസ്തുക്കളും ജലാശയങ്ങളിലേക്ക് വർഷിക്കപ്പെടുന്നു. ബഹുരാഷ്ട്ര കമ്പനികളുടെ ജലനിയന്ത്രണം ഈ നൂറ്റാണ്ടിൽ വലിയ സംഘടന കാരണമായേക്കുമെന്ന് ലൗദാത്തോ സി പറയുന്നു. പരിസ്ഥിതിയോടുള്ള കരുതൽ മനുഷ്യസ്നേഹത്തോടും സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചാഞ്ചല്യമില്ലാത്ത പ്രതിബദ്ധതയോടും ബന്ധപ്പെട്ടിരിക്കും. ലോകത്തിനു മുമ്പിൽ പുതിയ മാർഗങ്ങളുടെ വ്യക്തമായ രേഖയാണ് ലൗദാത്തോ സിയിലുള്ളത്. Il mio è dunque un appello alla responsabilità in base al compito che Dio ha dato all'essere umano nella creazione, coltivare e custodire il giardino in cui lo ha posto. മാലിന്യം കുറയ്ക്കാൻ ചെറുകിട ഭക്ഷ്യോൽപാദന സമ്പ്രദായം അത് നിർദ്ദേശിക്കുന്നു. പ്രാദേശിക സമൂഹങ്ങളെയും സാംസ്കാരിക പാരമ്പര്യങ്ങളെയും കരുതിക്കൊണ്ടുള്ളതാവണം വികസനം. മനുഷ്യരോടും ഇതര സൃഷ്ടികളോടുമുള്ള ആനന്ദദായക ബന്ധം വ്യക്തിപരമായ മാനസാന്തരത്തിന്റെ ഒരു മാനമാണെന്ന് ലൗദാത്തോ സി ഓർമ്മിപ്പിക്കുന്നു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫാദർ പീറ്റർ, മലിനീകരണത്തിനും നാശത്തിനും പകരം സൗന്ദര്യം വിതയ്ക്കപ്പെടണമെന്ന മാർപ്പാപ്പയുടെ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിലെ ആഹ്വാനം എങ്ങനെ പ്രാവർത്തികമാക്കാം? പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള സുദീർഘമായ ഒരു വിചിന്തനത്തിന് ശേഷം ഭൂമിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചൊല്ലാൻ പരിശുദ്ധ പിതാവ് നിർദ്ദേശിക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളിലാണ് മലിനീകരണത്തിനും നാശത്തിനും പകരം സൗന്ദര്യം വിതയ്ക്കപ്പെടട്ടെ എന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഈ പല വിധത്തിൽ ഈ പ്രാർത്ഥന സാക്ഷാത്കരിക്കാം. ഒന്നാമത്തേത്, ഈ ഭൂമിയോടും പ്രപഞ്ചത്തോടും നമുക്കൊരു പ്രതിബദ്ധതയുണ്ടെന്ന അവബോധം സാർവജനീനമാക്കണം. അത് എല്ലാവരിലും ആ ഒരു അവബോധം സൃഷ്ടിക്കണം. സൃഷ്ടിയുടെ സൗന്ദര്യം എന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിവൈഭവത്തിൻ്റെ നാനത്വവും ബഹുസ്വരതയും ഉയർച്ച താഴ്ചകളും ഉൾക്കൊള്ളുന്നതാണ്. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അതിൽ തന്നെ നല്ലതാണ്. നമ്മളാണ് അതിനെ ദുരുപയോഗിക്കുന്നത്. അതുകൊണ്ട് ഉപയോഗത്തിൽ മിതത്വം പാലിക്കുക. കൃത്രിമ വസ്തുക്കളാണ് പ്രകൃതിയെ മലിനമാക്കുന്നത്. കൃത്രിമ വസ്തുക്കൾ, ഉദാഹരണത്തിന് പ്ലാസ്റ്റിക്, അതിൻ്റെ വിവിധ രൂപത്തിലുള്ള വസ്തുക്കൾ, അതുകൊണ്ട് അവയുടെ ഉപയോഗം ക്രമീകരിക്കുക. മാലിന്യ ശേഖരണത്തിന് ക്രമീകൃതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക. പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക. അവ ശേഖരിച്ച് റീസൈക്ലിങ്ങിന് കൊടുക്കുക. പ്രകൃതിയുടെ അമിതമായ ചൂഷണം, മലകൾ ഇടിച്ചു നിരത്തുന്നത്, കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നത്, നദീതീരങ്ങളെയും പ്രകൃതിരമണീയമായ ഉയർന്ന മലമ്പ്രദേശങ്ങളെയും കെട്ടിട സമുച്ചയങ്ങൾ കൊണ്ട് മലിനമാക്കുന്നത്, അതെല്ലാം തടയുക. കാലാവസ്ഥയെയും പരിസ്ഥിതിയെയും മൗലികമായ മാറ്റങ്ങൾ വരുന്ന രീതിയിൽ അവയിൽ മനുഷ്യൻ കൈകടത്താതിരിക്കുക. പരിസ്ഥിതിയുടെ സമതുലിത ഭാവം നിലനിർത്തുന്ന രീതിയിലുള്ള കൃഷികളും പരീക്ഷിക്കുക. ശ്രീ അജയൻ, ദരിദ്രരും ഭൂമിയും നിലവിളിക്കുന്നുവെന്നാണ് മാർപ്പാപ്പ ലൗദാത്തോ സിയിൽ പറയുന്നത്. ഈ പ്രകൃതിയോട് കൂടുതൽ കരുതൽ കാണിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? നാം എവിടെയാണ് പരാജയപ്പെടുന്നത്? 5 വർഷങ്ങൾക്ക് മുമ്പ്
ആദരണീയനായ മാർപ്പാപ്പ ലൗദാത്തൂസിലൂടെ ലോകത്തെ ജനങ്ങൾക്ക് ഭൂമിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ, പ്രത്യേകിച്ചും ആത്മീയ ബന്ധത്തെ കുറിച്ച് വിശദമായ സന്ദേശം നൽകുകയുണ്ടായി. പരിസ്ഥിതി എന്നുദ്ദേശിക്കുന്നത് തന്നെ പ്രപഞ്ചവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. എന്നാൽ ദാർശനികമായി പറയുമ്പോൾ അത് ആത്മാവുമായി ബന്ധപ്പെടുത്തിയാണ് ദാർശനികന്മാർ, പ്രത്യേകിച്ചും ആത്മീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ മഹാത്മാഗാന്ധിക്ക് ശേഷം ഏറ്റവും മനോഹരമായി ഈ ഭൂമിയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും സവിസ്തരമായ ഒരു സന്ദേശം നൽകിയിട്ടുള്ളത് മാർപ്പാപ്പയാണെന്ന് പറയേണ്ടി വരും. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ ഇന്ദിരാഗാന്ധി അവിടെ നടത്തിയ ഉജ്ജ്വലമായൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പരിസ്ഥിതി പ്രശ്നം എന്ന് പറയുന്നത്, ആ മഹതി പറഞ്ഞത്, പരിസ്ഥിതി പ്രശ്നം എന്ന് പറയുന്നത് ദാരിദ്ര്യമെന്നാണ്. ഒരുപക്ഷേ മാർപ്പാപ്പയ്ക്ക് മുമ്പ് വളരെ ഗഹനമായ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ ആ വർത്തമാനം അല്ലെങ്കിൽ ആ വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓളം തള്ളുകയാണ്. ദാരിദ്ര്യം തന്നെയാണ് പരിസ്ഥിതി പ്രശ്നം. ദാരിദ്ര്യം എന്നുദ്ദേശിക്കുന്നത് വൻകിട രാജ്യങ്ങൾ ചെറുകിട രാജ്യങ്ങളെ, ഇന്ത്യ പോലുള്ള പിന്നോക്ക രാജ്യങ്ങളെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള പിന്നോക്ക രാജ്യങ്ങളിലെ വിഭവങ്ങൾ കവർന്നെടുത്ത് കൊണ്ടുപോയി നമ്മുടെ രാജ്യത്തിൻ്റെ പരിസ്ഥിതിയെ ചൂഷണം ചെയ്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങളെ ചൂഷണം ചെയ്ത് നടത്തുന്ന വൻ കൊള്ള, അതാണ് നമ്മുടെ ഭൂമിയെ ദരിദ്രമാക്കുന്നത്, മനുഷ്യനെ ദരിദ്രമാക്കുന്നത്. ആ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്, ഭൂമിയും ദാരിദ്ര്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാർപ്പാപ്പ അടിവരയിട്ട് പറയുന്നത്. നാം ജീവിക്കുന്ന ഈ ഭൂമിയോട് കൂടുതൽ കരുതലുണ്ടാകണമെന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം നമുക്ക് പരിസ്ഥിതി ദിനത്തിൽ ഒരു പ്രതിജ്ഞയായി എടുക്കാം. ചർച്ചയിൽ പങ്കെടുത്ത ഇരുവർക്കും നന്ദി.